എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക്ക്. അപ്പം ഈദ് മുബാറക്ക് പറയാനും പെരുന്നാൾ വ്ളോഗ് ഇടാനും ഒരുപാട് വൈകിട്ടോ ഗൈസ്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഞാൻ പെരുന്നാളിൻ്റെ തലേ ദിവസത്തെ കുറച്ച് കാര്യങ്ങളും പെരുന്നാൾ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും കൂടി ഒക്കെ ഒന്ന് ചെയ്തു തരാം. അപ്പോൾ ഞാൻ തലേ ദിവസത്തെ കുറച്ച് ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയെന്ന് പറഞ്ഞത് നമ്മൾ പെരുന്നാൾക്ക് ഫുഡ് ഉണ്ടാക്കലും കാര്യം അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് തലേന്ന് നമുക്കുള്ള പരിപാടി. അപ്പോൾ ഞാൻ അതും നല്ല കേട്ടോ ഇതിൽ ഉൾപ്പെടുത്തിയത്. മെയ് 26-ാം തീയതി ഞങ്ങളെ 24ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിനു. പക്ഷെ അന്ന് ഞങ്ങൾക്ക് അത് ആഘോഷിക്കാനൊന്നും പറ്റിയില്ല. നമ്മളെ കാക്കു ഡ്യൂട്ടിയിലേനും. അപ്പം 27-ാം തീയതി ഉച്ചക്കാണ് എത്തിയത്. അന്നാണെങ്കിൽ ഞങ്ങൾക്ക് അറഫ നോമ്പുമാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ ചെറുതായിട്ട് കേക്ക് കട്ട് ചെയ്തു. അങ്ങനെ ചെറുതായിട്ടൊന്ന് ആഘോഷിച്ചിട്ടോ. പിന്നെ നോമ്പ് കാരണം ഞങ്ങൾക്ക് രാത്രിയാണ് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തതും ആഘോഷിച്ചതൊക്കെ. പിന്നെ പെരുന്നാളിൻ്റെ തലേ ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ. അപ്പോൾ ഞാൻ ഇതാണ് കേട്ടോ ഇട്ടത്. അതൊന്നും ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. അങ്ങനെ ആദ്യമായിട്ടാണ് കേട്ടോ കാക്കുവിന് ഗിഫ്റ്റ് കിട്ടുന്നതും ഞാൻ കൊടുക്കുന്നതും ഒക്കെ കേട്ടോ. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ ഇതിൽ ആദ്യമായിട്ടാണ്. അത് കിട്ടിയപ്പോൾ കാക്കുവിന് ഭയങ്കര സന്തോഷം കേട്ടോ. കാക്കുവിൻ്റെ കിളി പോയി ഇത് കണ്ടപ്പോൾ തന്നെ. അങ്ങനെ അൽഹംദുലില്ലാ അത് റാഹത്തായിട്ട് കഴിഞ്ഞു കേട്ടോ. ഞാനും ഉമ്മയും കാക്കും മക്കളും കൂടെ ഒരുമിച്ച് ചെറുതായിട്ടൊന്ന് ആഘോഷിച്ചു. കാക്കുവിന് ഒരു അടിപൊളി ഷർട്ടൊക്കെ ഞാൻ ഗിഫ്റ്റ് കൊടുത്തിട്ടോ. കാക്കുവിന് നല്ല ഇഷ്ടമായി. അളവും കളറും എല്ലാം കറക്റ്റായി കിട്ടിയിട്ടോ. അങ്ങനെ ഞങ്ങൾ നോമ്പ് തുറന്നതിന് ശേഷമാണ് അതൊക്കെ കേട്ടോ. പിന്നെ കുറച്ച് പണികൾ പെരുന്നാളിൻ്റെ കുറച്ച് പണികളൊക്കെ ഞാൻ ചെയ്തിരുന്നു. പിന്നെ പറഞ്ഞാൽ ഞങ്ങൾ തലേ ദിവസമൊന്നും അങ്ങനെ ഫുഡും കാര്യമൊന്നും ഉണ്ടാക്കി വെക്കലില്ല കേട്ടോ. പെരുന്നാൾക്ക് അധികം രാവിലെ തന്നെയാണ് ഉണ്ടാക്കൽ. ഒരു 4-5 മണിക്കൊക്കെ നീച്ചിട്ട് അങ്ങനെയൊക്കെ ഞാൻ ഉണ്ടാക്കലുള്ളൂ. കാരണം നമ്മൾ വീട്ടിലങ്ങനെ പള്ളിയിൽ നിന്ന് വന്നിക്കന്നെ ആരും ഫുഡൊന്നും കഴിക്കില്ല. അപ്പം ഞങ്ങൾ കുറച്ച് വൈകിട്ടാണ് ഉണ്ടാക്കുക. അങ്ങനെ സുട്ടും കാക്കും ഉമ്മയൊക്കെ രാവിലെ പിന്നെ ഫ്രഷ് ആയിങ്ങാണ്ട് പള്ളിയിൽ പോവുകയാണ്. ഞാൻ പിന്നെ ഒരു വന്നപ്പത്തിന് വീട്ടിൽ നിന്ന് നിസ്കരിച്ചു. അങ്ങനെ കുറച്ചൊക്കെ പണികളൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ കുളി നിസ്കാരമൊക്കെ അതും കഴിച്ചു കേട്ടോ. പിന്നെ അവർ പള്ളിയിൽ കൊണ്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിന് വല്ലാത്തൊരു വിഷമം കേട്ടോ. നമ്മളൊപ്പമല്ലാത്ത ആദ്യത്തെ ബലി പെരുന്നാളാണ് ഞങ്ങൾക്ക്. അപ്പോൾ ഇപ്പം അവരൊന്നും കാക്കൂല. അവരൊക്കെ ഒരുങ്ങി പുറപ്പുണ്ട മുമ്പ് തന്നെ ഇപ്പം പള്ളിക്കൊക്കെ പോകലുണ്ട്. ഒരു 6:30 മണിക്ക് തന്നെ ഇപ്പോൾ ഏകദേശം ഒരുങ്ങി പോകും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് എല്ലാവരും മുന്നേ കൂളിയും കാര്യവും അതൊരു ഭയങ്കര സന്തോഷം കാര്യമൊക്കെയാണ് കേട്ടോ. ഫുഡും കാര്യമൊന്നും കഴിക്കൂല. എന്നാലും പെരുന്നാളൊക്കെ വരികയാകുമ്പോൾ നല്ലൊരു ഇതാണ് പാക്ക്. അങ്ങനെ ഞങ്ങൾക്ക് ഇതപ്പല്ലാത്തൊരു സന്തോഷമൊന്നും ഇല്ലാത്തൊരു പെരുന്നാൾ. പിന്നെ നമ്മൾ ഈ ചെറിയ മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഫുഡും കാര്യം ഉണ്ടാക്കലൊക്കെ നിർബന്ധമല്ലേ. അങ്ങനെ ഞങ്ങൾ ചെറുതായി ഒരു സന്തോഷമൊന്നും ഇല്ലാത്തൊരു പെരുന്നാളായിരുന്നു ഞങ്ങൾക്ക്. അങ്ങനെ ഒരു പോയിൻ്റെ ശേഷം ഞാൻ കുളി നിസ്കാരമൊക്കെ കഴിച്ചിങ്ങാണ്ട് ഫുഡും കാര്യമൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ ആരും നാത്തുമാരും ആരും വരില്ല എന്ന് പറഞ്ഞിട്ട് അവർക്കൊന്നും വരാൻ പറ്റില്ല. ഒക്കെ ഒറ്റക്കാരാണ്. പിന്നെ അവർക്ക് വലിയ പെരുന്നാളല്ലേ, അവർക്ക് ബീഫൊക്കെ കിട്ടുമ്പോൾ വീട്ടിൽ ആളില്ലെങ്കിൽ ബുദ്ധിമുട്ടല്ലേ. അങ്ങനെ ആരും വരുന്നില്ല എന്ന് പറഞ്ഞു. അവർക്കൊക്കെ ഓരോരോ വരാൻ പറ്റാത്ത സാഹചര്യമാണ്. അപ്പം ഞാനിതാന്ന് ഫുഡ് ഉണ്ടാക്കുന്നത് കുറച്ച് തേങ്ങാച്ചോറ് വെക്കണം. പിന്നെ അതിക്ക് പരിപ്പും തക്കാളിയും കറി വെക്കണം. കേബേജും തോര, പപ്പടം പൊരി, ബീഫ് ഫ്രൈ ഇതൊക്കെയാണ് തേങ്ങാച്ചോർക്ക് ഉണ്ടാക്കണം. പിന്നെ കുറച്ച് ചിക്കൻ മന്തി ഉണ്ടാക്കണം കേട്ടോ. അതാണ് നമ്മളെ മക്കൾക്ക് ഇഷ്ടം. അപ്പം ഒക്കെ കുറേശ്ശെ ഉണ്ടാക്കണം കേട്ടോ. കാരണം ആരും വരൂല എന്ന് ആദ്യം നമ്മളോട് പറഞ്ഞിരുന്നു. പിന്നെ ആർക്കും വേണ്ട. ഇതന്നെ കുറേശ്ശെ രണ്ടും വെക്കണുള്ളൂ. ഇതന്നെ ബാക്കി എന്തായാലും കളയിടില്ല, ഉറപ്പാണ്. അങ്ങനെ ഞാൻ കുറേശ്ശെ തന്നെ വെക്കണുള്ളൂ. പിന്നെ ഇപ്പോൾ പെരുന്നാളായതുകൊണ്ട് ആരും ചോറൊന്നും കഴിക്കൂലല്ലോ വന്നാലും. പിന്നെ ആരും വരൂല എന്നും പറഞ്ഞതല്ലേ. Whispering pines, secret
കടന്നുറങ്ങിയതിൻ്റെ ശേഷം പെട്ടെന്നൊരു ഫോണ് വീട്ടിൽ നിന്ന് എന്താ ഇത്തമാരൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്താ ജ്യേഷ്ഠത്തിയാളും അവരൊക്കെ വരാറുണ്ട് കേട്ടോ, നാത്തുമാരൊക്കെ. അങ്ങനെ പെട്ടെന്ന് വന്നു. ചോറൊന്നും കഴിച്ചില്ല. ഒരു പായസമൊക്കെ കുടിച്ച് കുറച്ച് സമയമൊക്കെ നിന്ന് കുട്ടികളൊക്കെ ഉണ്ടായിട്ടോ. അവർക്ക് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളെ വീട്ടിലേക്ക് വരുന്നത്. അപ്പം ഒരു കൈക്കൊന്നും വേണ്ട ഇറങ്ങേണ്ട കുറച്ച് സമയം നിന്ന്. പിന്നെ വന്ന സമയത്ത് നല്ല മഴയും കേട്ടോ, പെട്ടെന്നാണ് പെയ്തത്. പിന്നെ നമ്മൾ അയൽവാസികളൊക്കെ വന്നിന്, ആർക്കും ഒന്നും വേണ്ടായിരുന്നു. കുറച്ച് സമയം കൂടി ഇരുന്ന് മരൊക്കെ കണ്ടുങ്ങാണ്ട് അങ്ങനെ പോയി. അങ്ങനെ ആ വീട്ടുകാരും പോകാൻ വേണ്ടി നിൽക്കണോ, നല്ല മഴയും. I didn't mean that.